വിവോ T3X ഇറങ്ങിയിരിക്കുകയാണ്. T3X 5G T2X 5Gയുടെ സക്സസറാണ്. അത്യാവശ്യം നല്ല ഫോണാണ്. 13,500 നിങ്ങൾക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിങ് ലിറ്ററലി 10,000 മുതൽ 15,000 വരെ ഇടയിലുള്ള ആ ഒരു പ്രൈസിങ്ങിന് നിങ്ങൾക്ക് നല്ല ഫോൺ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല ഫോണാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് P1 5G ആയിട്ട് കമ്പയർ ചെയ്തു. റിയൽമിയുടെ P1 5G ആയിട്ട് നോക്കുമ്പോൾ P1 5G ആണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ P1 5Gക്ക് 15,000 രൂപ ഏകദേശം പ്രൈസ് വരുന്നുണ്ട്. സോ പ്രൈസ് കുറച്ച് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രൈസിങ്ങിന് ഈ ഫോൺ നല്ലതാണെന്ന് ഉറപ്പിച്ച് പറയാം. കാരണം ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് അതിന് മുന്നേ ബോക്സിൽ നിങ്ങൾക്ക് ചാർജർ കിട്ടുന്നുണ്ട്, 44 വാട്ട്സിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്, Type A to Type C കേബിൾ കിട്ടുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നോർമൽ ട്രാൻസ്പെറൻറ്റ് TPU കേസ് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു സിം ഇജക്ടർ ടൂൾ കിട്ടുന്നുണ്ട്. പ്രൈസിങ് നോക്കുവാണെങ്കിൽ 4128-ന് 13,500-ഉം 6128-ന് 15,000-ഉം 8128-ന് 16,500-ഉമാണ്. ഇതിൽ 4128-ന് നിങ്ങൾക്ക് 1000 രൂപ ഓഫറും 6ഉം 8ഉം 128 വേരിയൻ്റില്ല, ബാക്കി രണ്ടെണ്ണം അതിന് 1,500 രൂപ ഓഫറുമാണ് വരുന്നത്. ആ 4128 നമുക്ക് ചിലപ്പോൾ റാം ഇനഫായി എന്ന് വരില്ല, അതങ്ങ് ഒഴിവാക്കുക. 128 എടുക്കേണ്ട ആവശ്യവുമില്ല, കാരണം എല്ലാം 128 GB തന്നെയാണ്. 256 ഉണ്ടെങ്കിൽ ഞാൻ 256 എടുക്കാനായിരുന്നു പറയാം. പക്ഷേ 256 ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആ മിഡിൽ വേരിയൻ്റ് എടുത്താൽ മതി. എൻ്റെ റെക്കമെൻഡേഷൻ അതാണ്. 6128 അത് 15,000 രൂപയിൽ നിങ്ങൾക്ക് 1,500 കുറച്ചാൽ നല്ല പുട്ട് പോലെ നിങ്ങൾക്ക് 13,500-ന് നല്ല ഫോണാണ്. അത്യാവശ്യം റാമും സ്റ്റോറേജും കിട്ടും. നിങ്ങൾക്ക് ഇനി ഡിസൈൻ കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഡിസൈൻ ആ ഒരു റൗണ്ട് സംഭവം അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസാണ് വരുന്നത്. ഈ പ്രൈസിന് അതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. മാറ്റ് ഫിനിഷാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസ് ഒന്നും വരത്തില്ല. IP64-ൻ്റെ വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ട് മഴ കൊണ്ടാലൊന്നും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. മഴ കൊണ്ടാലും ചെറിയ സ്പ്ലാഷ് പ്രൂഫാണ്, വെള്ളത്തിൽ പിടിച്ച് മുക്കാൻ നിൽക്കരുത്. 7.99 mm തിക്നെസ്, അത്യാവശ്യം തിന്നാണ്. 199 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് 1 TB വരെയുള്ള എക്സ്പാൻഷൻ സ്ലോട്ട് ഉണ്ട്. സോ 128 GB നിങ്ങൾക്ക് മതിയാവില്ല എങ്കിൽ നിങ്ങൾക്ക് SD കാർഡ് ഉപയോഗിക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഡ്യുവൽ മൈക്രോഫോൺ ഇവിടെ വരുന്നില്ല. 13,500 നമ്മളതൊരു കുറ്റമായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും 13,500 അതിനോട് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. ഈ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഒരു മുട്ടായി വാങ്ങാനുള്ള പൈസ കിട്ടും അതിൻ്റെ അകത്ത് നിന്ന്. എന്തിനൊഴിവാക്കുക എനിക്കറിയില്ല. 3.5 mm ഓഡിയോ ജാക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നല്ല കാര്യം. പിന്നെ 2 കളർ വേരിയൻസിലാണ് വരുന്നത്. ഒരു ക്രിംസൺ ബ്ലിസ്. എന്തിനാ ഇമാതിരി പേരൊക്കെ കൊടുക്കുന്ന? കളറിൻ്റെ പേരങ്ങ് പറഞ്ഞാൽ പോലെ, എനിക്കറിയില്ല. പിന്നെ ഒരു ഗ്രീൻ കളർ, സെലസ്റ്റിയൽ ഗ്രീൻ എന്നാണ് അവർ പറയുന്നത്. ഇനി ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർനാഥ്. ടെക് റിലേറ്റഡും ഓട്ടോമൊബൈൽ റിലേറ്റഡ് കണ്ടൻറ്റുകൾ കമ്മിങ് സൂൺ. വെയിറ്റ് ചെയ്യുക. കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണാൻ മറക്കണ്ട. നമ്മൾ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ 6.72 ഇഞ്ചസിൻ്റെ ഫുൾ HD+ 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഒരു വാട്ടർ ഡോക്ക് നോച്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് IPS LCD പാനലാണ്. AMOLED ആയിരുന്നു എങ്കിലും, പക്ഷേ AMOLED കൊടുത്തവർക്ക് 13,500 കൊടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ അപ്പം ചിപ്സെറ്റിൽ ചെറിയ കോംപ്രമൈസസ് വരേണ്ടി വരും. എനിവേ പക്ഷേ കുഴപ്പമില്ല, കാരണം ചിപ്സെറ്റ് നല്ലതാണ്. ഞാൻ ഇതിലേക്ക് വരാം. IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. 1000 nitsൻ്റെ ബ്രൈറ്റ്നസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. നിങ്ങൾക്ക് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് കുറച്ചുകൂടി കുറവായിരിക്കും, പക്ഷേ അത്യാവശ്യം ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. ഇനി ബെസൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം കാണാൻ രസമുണ്ട്. അറ്റ്ലീസ്റ്റ് 13,500 ആണെന്ന് പറഞ്ഞുകൊണ്ട് സാംസങ് ചെയ്യുന്ന പോലെ ചീപ്പ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. വെറുതെ പഞ്ച് ഹോൾ കൊടുത്ത് ഭയങ്കര കാട്ടിയുള്ള ബെസലൊക്കെ കൊടുത്ത് വൃത്തികേടാക്കി വെച്ചിട്ടില്ല. കാണാനൊരു രസമുണ്ട് ഡിസ്പ്ലേ. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കിട്ടുന്നത്. HDR-ൻ്റെ സപ്പോർട്ട് വരുന്നില്ല. വൈഡ് L1-നെ കുറിച്ച് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, നല്ല കാര്യം. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക്. 4D ഗെയിം വൈബ്രേഷൻ മോട്ടർ വരുന്നുണ്ടെന്ന് ഞാൻ ജസ്റ്റ് കേട്ടായിരുന്നു, അതായത് മറ്റ് റിവ്യൂസിൽ, അല്ലാണ്ട് അവരുടെ സൈറ്റിലൊന്നും ഞാൻ എവിടെയും കണ്ടില്ല. ഇനി കണ്ടാൽ ഞാനതവിടെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയാണ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്. 13,500 നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ അത്ര പ്രതീക്ഷിച്ചാൽ മതി. ആ ഒരു രീതിയിൽ കിട്ടും. പക്ഷേ പെർഫോമൻസ് നിങ്ങൾക്കൊരു 15 രൂപയുടെ ആ ഒരു റേഞ്ചിലുള്ള പെർഫോമൻസ് കിട്ടും. അതായത് Qualcomm Snapdragon 6 Gen 1 ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. 5G ചിപ്സെറ്റാണ്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജി. 2.2 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡൊക്കെ വരുന്നുണ്ട്. 5,60,000 പുറത്ത് 550 സ്കോർ വരുന്നുണ്ട്. ഫോർ ദിസ് പ്രൈസ് 13,500-ന് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇനി 13,500 എന്ന് പറയുന്നത് 6128-നാണ് ഞാൻ പറയുന്നത്. അതായത് എഫക്റ്റീവ് പ്രൈസ് നിങ്ങൾക്ക് അതിലും കുറച്ച് കിട്ടും. അതായത് 13,500-ൻ്റെ വേരിയൻറ്റ് നിങ്ങൾക്ക് 1000 രൂപ കുറച്ച് 12,500 എഫക്റ്റീവ് പ്രൈസിന് കിട്ടും. പക്ഷെ അത് എടുക്കാൻ നിൽക്കരുത്. 6128 എടുത്താലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ ത്രോട്ട്ലിംഗ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ത്രോട്ട്ലിംഗ് ഉണ്ടാവും. പക്ഷേ
എങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വലിയ വൃത്തിക്ക് ഉണ്ടാക്കി വെച്ച ഫോണാണെന്നാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. 60 FPS BGMI ഗെയിമിംഗ് ഒക്കെ വലിയ കുഴപ്പമില്ലാതെ പറ്റും. ഇനി 40 FPS ആണ് നിങ്ങൾക്ക് സുഖമായിട്ട് കളിക്കാം, ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. LPDDR4X ആണ്, UFS 2.2 ആണ്. പ്രൈസ് റേഞ്ചിൽ അതേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. UFS 3.1 ഒന്നും പ്രതീക്ഷിക്കരുത്. അതേ സമയത്ത് നിങ്ങൾക്ക് UFS 3.1 ആണ് Realme P1 Proയിലാന്ന് തോന്നുന്നത് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് 15ൻ്റെ മുകളിലാണ്. അപ്പം നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കണം. 6000 mAh ബാറ്ററിയാണ്, 44 വാട്ട്സിൻ്റെ ചാർജർ ബ്രിക്കിൽ വരുന്നുണ്ട്. ഫോർ ദിസ് പ്രൈസ് റേഞ്ച് 44 വാട്ട്സ് മോർ ദാൻ എനഫ്, എന്തായാലും കിട്ടുന്നത് തന്നെ നല്ലതാണ്. ഇനി ആൻഡ്രോയിഡ് 14 ഫണ്ട് ചോയ്സ് 14 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് 1+1 അപ്ഡേറ്റ് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ അമ്മയുടെ ഫോണ് വിവോ Y11 അന്ന് എടുത്തപ്പോൾ അതിന് ഒരു 3 കൊല്ലം ഏകദേശമായി. അതെടുത്തപ്പം 2020 സമയത്ത് എടുത്താൽ കൊറോണ ടൈമിൽ. അപ്പോൾ അതെടുത്ത സമയത്ത് അതിന് ആൻഡ്രോയിഡ് 9 ആയിരുന്നു വന്നത്. പക്ഷേ പിന്നീട് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് ആൻഡ്രോയിഡ് 11 ടൈം ആയപ്പം ആൻഡ്രോയിഡ് 10 അതിന് കിട്ടിയിട്ടില്ല. പക്ഷേ ആൻഡ്രോയിഡ് 11 അതിന് തന്നു. സ്റ്റിൽ അതിൽ ആൻഡ്രോയിഡ് 11 ആണുള്ളത്. അപ്പം അവർ പ്രോമിസ് ചെയ്യാത്ത ആ ഒരു 10,000 രൂപ റേഞ്ചിൽ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്ഡേറ്റ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം അപ്ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രതീക്ഷിക്കാം. പിന്നെ കുറച്ച് ബ്ലോട്ട്വെയർ ഹോട്ട് ഗെയിംസ് ഒക്കെ പ്രതീക്ഷിക്കാം, എന്തായാലും ഉണ്ടാവും. കുറച്ച് ബ്ലോട്ട്വെയർ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഒന്ന് ഉപയോഗിക്കുക. കാരണം 13,500 ഞാൻ പറഞ്ഞ പ്രൈസ് റേഞ്ച് വെച്ച് നമ്മൾ ചിന്തിക്കുക. പിന്നെ വൈഫൈ വെർഷൻ പറഞ്ഞിട്ടില്ല. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. NFC സപ്പോർട്ട് വരുന്നില്ല. ഡ്യുവൽ ബാൻഡ് വൈഫൈ വരുന്നുണ്ട്. IP64 റേറ്റിംഗ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു 4D ഗെയിം വൈബ്രേഷൻ മോട്ടർ വരുന്നുണ്ട്, ഞാൻ അതും പറഞ്ഞു. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കിട്ടുന്നത്. അപ്പം നോർമൽ ഫേസ് അൺലോക്കാണ് കിട്ടുന്നത്. ക്യാമറ നോക്കുകയാണെങ്കിൽ 50 MP ഒരു പ്രൈമറി ക്യാമറ, 2 MP ഡെപ്ത് ക്യാമറ. ബാക്കിൽ നിങ്ങൾക്ക് 4K 30 FPS മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഫ്രണ്ടിൽ 8 MP ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1080p 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ, സ്വാഭാവികം. ഇനി അതിൽ നിങ്ങൾക്ക് ബാക്കിൽ പ്രൈമറി ക്യാമറയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോർട്രേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. ഫോട്ടോസ് എന്തായാലും അത്യാവശ്യം നല്ലതാണ്, ഞാൻ കണ്ടെടുത്തോളം. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വിവോയുടെ ആ രീതിയിലുള്ള ബ്യൂട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് സെൽഫിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വേണം നമുക്ക് ഓഫ് ചെയ്തിടുകയും ചെയ്യാം. വിവോയുടെ ആ ഒരു കളർ ട്യൂണിങ് ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട്. കൺക്ലൂഷനിലേക്ക് വരാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 50 MP ഒരു സിംഗിൾ ക്യാമറയാണെങ്കിലും പിന്നെ ഒരു ഡെപ്താണ് വരുന്നത്, അൾട്രാ വൈഡ് വരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ക്യാമറ പ്രോപ്പറായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വിത്ത് ഒരു 120 Hz സ്ക്രീൻ, IPS LCD ഉള്ള AMOLED ഇല്ല. പക്ഷേ ഇതേ 13,000 പണ്ട് 60 Hz ആണെങ്കിൽ പോലും റെഡ്മിയൊക്കെ നമുക്ക് AMOLED തന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ ഇനി തിരിച്ചു വരുമോ എന്തോ. റെഡ്മിയൊക്കെ ഇപ്പം പോരട്ടോ, ജസ്റ്റ് ആലോചിച്ചപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സൈഡിൽ ബെല്ലേക്ക് നോർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.